എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫേസ് പാക്കിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാമോ ചേച്ചി എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഫേസ് പാക്കിൻ്റെ വീഡിയോ ആവാമെന്ന്. നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് നമ്മൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടൈം കിട്ടുന്നതിനനുസരിച്ച്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെ വെച്ച് നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അമേസിങ് റിസൾട്ടാട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. നിങ്ങളിത് ഉപയോഗിച്ച് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലുമൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് വല്ല ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ട സമയത്ത് പെട്ടെന്ന് നമുക്ക് പാർലറിലൊന്നും പോകാൻ പറ്റാത്തവരുണ്ട്, ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു പാക്ക് യൂസ് ചെയ്ത് മുഖമൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് അതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴല്ലോ ആ ഒരു ഗ്ലോയിങ് കാണാം. നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ നല്ലൊരു അടിപൊളി ഗ്ലോയിങ് കാണാം. അപ്പോൾ നമ്മുടെ ഫേസിന് മാത്രമല്ല നമ്മുടെ കൈകൾക്ക് കാലുകൾക്കൊക്കെ നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനും കൂടെയുള്ള ഒരു അടിപൊളി പാക്കാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിനകത്തേക്ക് ഞാൻ 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആട്ടോ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഷുഗറാണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ തരിയുള്ള ഷുഗർ ഒന്നും എടുക്കാതെ നൈസായിട്ടുള്ള ഷുഗർ പൗഡറാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നൈസായിട്ടുള്ള ഷുഗർ പൗഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇല്ലെങ്കിൽ അല്പം പഞ്ചസാര എടുത്ത് നമുക്ക് പൊടിച്ച് ഇതേ രീതിയിൽ ഒട്ടും തന്നെ തരിയില്ലാത്ത പഞ്ചസാര പൊടി കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് 1 സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ നല്ല പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണ 1 സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ മുഖത്തൊക്കെ തേക്കുമ്പോൾ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ നാരങ്ങ നീര് ചേർക്കാതെ അതിന് പകരമായിട്ട് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. അപ്പം നമുക്കിതിലേക്ക് 1 സ്പൂൺ റോസ് വാട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ഷുഗർ പൗഡർ അത് പൗഡേർഡ് ഷുഗർ തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ മുഖത്ത് റാഷസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൗഡേർഡ് ഷുഗർ തന്നെ എടുക്കുക. പിന്നെ ഇതിനകത്ത് നോർമൽ വാട്ടർ മിക്സ് ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നോർമൽ വാട്ടർ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഗർ പൗഡർ എല്ലാം പെട്ടെന്ന് തന്നെ അലുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗ്ലോ നമുക്ക് നമ്മുടെ ഫേസിന് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ ഐറ്റംസ് മാത്രം തന്നെ ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ ഫേസ് സ്ക്രബ് ചെയ്യണം. നമ്മളിവിടെ ഫേസ് പാക്ക് എന്ന് ചെയ്യുന്നത് 2 പ്രോസസ്സായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫസ്റ്റ് പ്രോസസ്സ് ആട്ടോ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വേണ്ട ഐറ്റം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ പയ്യെ നമ്മുടെ മുഖത്തും അതുപോലെ കഴുത്തിൽ അതുപോലെ തന്നെ കൈകളുമേ കാലുകളുമേ ഒക്കെ നമുക്ക് പയ്യെ തേച്ച് കൊടുത്ത് സാവധാനത്തിൽ നമുക്കിതിനെ ഒന്ന് നല്ലപോലെ സ്ക്രബ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ മുഖത്തൊക്കെ ഇങ്ങനെ തേച്ചതിന് ശേഷം പയ്യെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പാക്ക് ആട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നമ്മുടെ ഗ്ലോയിങ് സ്കിന്നിന് ബ്രൈറ്റനിങ്, നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റനിങ് കൊടുക്കാൻ ഒക്കെ നല്ല അടിപൊളി ഒരു ഫേഷ്യൽ എന്ന് പറയാം, ഫേസ് പാക്ക് എന്ന് പറയാം. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രോസസ്സും കൂടെ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ ശരിക്കും ആ ഒരു ഗ്ലോയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ പാക്കിനെ എൻ്റെ കൈകളിലേക്ക് തേക്കുകയാണ് കേട്ടോ. കൈകളുമേ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ 2 കൈകളുമേ നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്കത് പാക്ക് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്ത് അതിനെ ഒന്നും കൂടെ ഡൈല്യൂട്ട് ആക്കിയിട്ട് നമുക്ക് നല്ലപോലെ തന്നെ സ്ക്രബ് ചെയ്യണം കേട്ടോ 2 കൈകളും. അതുപോലെ നിങ്ങൾ ഫേസിലാണ് തേക്കുന്നതെങ്കിൽ ഫേസ് നല്ലപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ 2 കൈമേയും തേച്ച് കൊടുത്ത് നല്ലപോലെ സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു 5 മിനിറ്റോളം സ്ക്രബ് ചെയ്യുക. പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ടോട്ടൽ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് കഴുകി മാറ്റാം. അപ്പോൾ ഞാനിതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ നല്ലപോലെ തന്നെ. ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി, നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് തരും കേട്ടോ. എല്ലാം നാച്ചുറൽ ഐറ്റംസ് ആണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഷുഗർ പൗഡർ ആയാലും കോഫി പൗഡർ ആയാലും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ആയാലും എല്ലാം നമ്മൾ കഴിക്കുന്ന ഐറ്റംസുകൾ തന്നെയാണ്. പിന്നെ നാരങ്ങ നീര് പറ്റാത്തവർക്കാണ് നമ്മൾ റോസ് വാട്ടർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോർമൽ വാട്ടർ ഇതിനകത്ത് ഒട്ടും തന്നെ യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം
നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഷുഗർ പൗഡറാണ് സ്ക്രബിങ്ങിൻ്റെ മെയിൻ വർക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ ഷുഗർ പൗഡർ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് അലുത്ത് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് ഈ പാക്കിലത്തെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പം ഞാനിവിടെ 5 മിനിറ്റോളം ഹാൻഡ്സ്മൊക്കെ തേച്ച് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ ടോട്ടൽ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമുക്കിനി ഇതൊരു ടിഷ്യൂ പേപ്പർ വെച്ച് പയ്യെ നമുക്ക് തുടച്ചു മാറ്റാം. ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് കൈയും മുഖമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലപോലെ വാഷ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ കൈമേലത്തെ ആ ഒരു ചേഞ്ച് വീഡിയോയിൽ കൂടെ മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. നമുക്ക് പ്രത്യേക ഒരു സോഫ്റ്റ്നെസ് ആട്ടോ നമ്മുടെ സ്കിന്നിനൊക്കെ ഫീൽ ചെയ്യുന്നത്. ഗ്ലോ മാത്രമല്ല, ബ്രൈറ്റനിങ് മാത്രമല്ല, നല്ലൊരു സോഫ്റ്റ്നെസ്സും കൂടിയാണ് നമ്മുടെ കൈകൾക്ക് രണ്ടിനും കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പം അങ്ങനെ 2 സ്റ്റെപ്പിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, ഇനി 2ാമത്തെ സ്റ്റെപ്പാട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ബൗൾ നീക്കി വെച്ചിട്ട് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വേഗത്തിൽ തന്നെ റെഡിയാക്കാം. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ 1 സ്പൂൺ കടലമാവാട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കടലമാവ് 1 സ്പൂൺ എടുക്കുക. അതിലേക്ക് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ്. പിന്നെ വീണ്ടും നമ്മളിതാ ഒരു 1/2 സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ നീര് ഉപയോഗിക്കുന്നവർ അതെടുക്കുക. അത് ഉപയോഗിക്കാൻ പറ്റാത്തവർ റോസ് വാട്ടർ തന്നെ വീണ്ടും എടുക്കാം കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ നമുക്ക് വേണ്ട വാട്ടറിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ തൈരാണ്. അപ്പോൾ നമുക്ക് തൈരും കൂടെ ചേർത്ത് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇതിനകത്തേക്ക് റോസ് വാട്ടർ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. ആ ഒരു കുഴമ്പ് രൂപത്തിലാക്കണം നമ്മുടെ കൈകളുമൊക്കെ തേക്കാനുള്ള ആ ഒരു എളുപ്പത്തിന്. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് എൻ്റെ കൈകളുമേ തേച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഫേസിലോ അല്ലെങ്കിൽ കഴുത്തിലോ കൈമയോ കാലുമയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തേക്കാം കേട്ടോ. സ്കിന്നിന് ഒത്തിരി ഗ്ലോ തരുന്ന, അതുപോലെ നല്ലൊരു സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സും ഒക്കെ തരുന്ന നല്ലൊരു അടിപൊളി പാക്കാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് വരെ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കൈകളുമൊക്കെ തേച്ചതിന് ശേഷം അല്ലെങ്കിൽ ഫേസിലൊക്കെ തേച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട്, ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് പയ്യെ വാഷ് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് തേച്ചതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ കൈകളൊക്കെ നല്ലപോലെ ഡ്രൈ ആയി. അപ്പോൾ ഇനി കൈ വാഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി വാഷ് ചെയ്തിട്ട് നിങ്ങളെ കൈകൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ 2 കൈകളും കഴുകി വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ആ ഗ്ലോയിങ് എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ വീഡിയോയിൽ കൂടെ തന്നെ. നല്ലൊരു ഫീലിംഗ് ആട്ടോ, നല്ലൊരു സ്മൂത്തനിങ് ആണ് കൈക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്കിതിനെ ഫേസ് പാക്കെന്നോ ഫേഷ്യലെന്നോ ഫേസ് മാസ്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഒരു റിസൾട്ട് നിങ്ങൾക്ക് തരും. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് തന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഒരു അമേസിങ് റിസൾട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാക്ക് എന്തായാലും കംപ്ലീറ്റ്ലി ഓൾറൈറ്റാണ്. വളരെ അടിപൊളി ഒരു ഐറ്റമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കാണത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പാർട്ടിയിലോ ഫംഗ്ഷനോ ഒക്കെ പോകാൻ മുൻപ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിനൊക്കെ നല്ലൊരു പ്രത്യേക ഗ്ലോയിങ് ആട്ടോ, നല്ലൊരു ബ്രൈറ്റനിങ് ആണ് നിങ്ങളുടെ ഫേസിനൊക്കെ കിട്ടുക. ഫേസിന് മാത്രമല്ല, നിങ്ങൾക്കത് ഫേസിലും ഹാൻഡ്സിനും അതുപോലെ നെക്കിലും അതുപോലെ ലെഗ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മാസ്കാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമൻസിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ടൈം ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ടൈം കണ്ടെത്തി കമൻസ് വായിക്കുന്നതായിരിക്കും, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ കമൻസ് ഇടാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.